79ാം സ്വാതന്ത്ര്യദിനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ചോര ചിന്തിയവരുടെ ഓർമ്മകൾ രാജ്യത്തെമ്പാടും അലയടിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തെ ധീര രക്തസാക്ഷികളെ വേറിട്ട രീതിയിൽ ആദരിക്കുന്ന ഒരിടത്തെ ഒന്ന് പരിചയപ്പെടാം. ഹരിയാനയിലെ യമുന നഗർ ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്. ഇതിപ്പോ എന്താ എല്ലായിടവും ക്ഷേത്രങ്ങളില്ലേ എന്നല്ലേ ഇപ്പോ ചിന്തിച്ചത്? എന്നാൽ എല്ലായിടങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ പോലെയല്ല ഇത്. ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ദൈവങ്ങളല്ല ഇവിടുത്തെ പ്രതിഷ്ഠ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജില്ലയിലെ ഗുംതാല റാവു ഗ്രാമത്തിലുള്ള ഈ ക്ഷേത്രത്തിന്റെ പേര് തന്നെ അല്പം വ്യത്യസ്തമാണ്. ഇൻക്വിലാബ് ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി കാണും. അതെ, രക്തസാക്ഷികളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. 250-ലേറെ രക്തസാക്ഷികളുടെ പ്രതിമകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര രക്തസാക്ഷികളെയാണ് ഇവിടെ ആദരിക്കുന്നത്. വാരിംഗ് സിംഗ് എന്ന ആളാണ് ഇൻക്വിലാബ് ഷഹീദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ക്ലബിന്റെ സ്ഥാപകൻ. ഇദ്ദേഹവും ഈ ക്ലബുമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. പിന്നിൽ ധീര രക്തസാക്ഷി ഭഗത് സിംഗിന്റെ പ്രതിമയാണ് ആദ്യമായി ഇവിടെ സ്ഥാപിച്ചത്. തുടർന്ന് ക്രമേണ 250ഓളം രക്തസാക്ഷികളുടെ പ്രതിമകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഭഗത് സിംഗിന്റെ പ്രതിമ സ്ഥാപിച്ച ശേഷം 20 പേരുടെ പ്രതിമകളാണ് തൊട്ടു പിന്നാലെ സ്ഥാപിക്കപ്പെട്ടത്. ഭാരതമാതാവ്, സുഖ്ദേവ്, സുഭാഷ് ചന്ദ്രബോസ്, മംഗൽ പാണ്ഡെ തുടങ്ങിയവരുടെയും പ്രതിമകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. പ്രതിമകളായി സ്ഥാപിച്ചിട്ടുള്ള രക്തസാക്ഷികളുടെ എടുത്തു മാറ്റാനാകുന്ന ചിത്രങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏക രക്തസാക്ഷി ക്ഷേത്രമാണിത്. രക്തസാക്ഷികളെ ആദരിക്കുകയാണ് ഈ ക്ഷേത്രം നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വാരിംഗ് സിംഗ് പറയുന്നു. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരമൊരു ക്ഷേത്രം ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രത്യേകത കൂടി ഈ ഗ്രാമത്തിനുണ്ട്. ഇവിടെ മറ്റ് ക്ഷേത്രങ്ങൾ ഒന്നും തന്നെയില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഒരു ദൈവത്തെയും ഈ ഗ്രാമീണർ ആരാധിക്കുന്നുമില്ല. ഒരു മതങ്ങളുമായി ബന്ധപ്പെട്ടും ഇവിടെ ക്ഷേത്രങ്ങളോ ഗുരുദ്വാരകളോ ഇല്ലാത്ത ഗ്രാമമായിരുന്നു ഇത്. പക്ഷേ ഒരു ഗുരുദ്വാര ഇവിടെ ഉയർന്നിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേർ രക്തസാക്ഷികളെ ആദരിക്കാനായി ഇവിടേക്ക് എത്തുന്നതായി വാരിംഗ് സിംഗ് പറയുന്നു. കുരുക്ഷേത്ര, കേയ്ത്താൾ, യമുന നഗർ അതിർത്തിയിലാണ് ഗുംതാല റാവു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഹരിയാനയിലും പുറത്തു നിന്നും 10,000-ങ്ങളാണ് നിത്യവും ഇങ്ങോട്ട് എത്തുന്നത്. ദൂരെ നിന്ന് എത്തുന്നവർക്ക് ഇവിടെ സൗജന്യമായി തങ്ങാനിടമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ ഐക്യത്തിന്റെ ചില കാഴ്ചകൾ നമുക്ക് കാണാനാകും. എല്ലാ മതങ്ങളിലും പെട്ടവർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ ഈ ഗ്രാമത്തിലുണ്ട്. ഗ്രാമത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കാൻ ഇവിടെ എത്തുന്നു. ഗ്രാമത്തിലെ സർക്കാർ വിദ്യാലയത്തിന്റെ മുറ്റത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾ ഈ ക്ഷേത്രത്തിലെത്തി രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച ശേഷമാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്. കുരുക്ഷേത്രത്തിൽ നിന്ന് കർണശാലയിലേക്കുള്ള പ്രധാന പാതയോരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരും ഇവിടെ ആരാധന നടത്തുന്നു. രാജ്യത്തിന്റെ എല്ലായിടങ്ങളിൽ നിന്നും രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കാൻ ഇവിടേക്ക് ആളുകൾ എത്തുന്നത് തങ്ങൾക്ക് ഏറെ അഭിമാനകരമാണെന്നാണ് ഗ്രാമത്തലവൻ പർവീൺ കുമാർ വ്യക്തമാക്കിയത്. ഭാവി തലമുറയ്ക്ക് ഇവരുടെ ത്യാഗോജ്ജല ജീവിതത്തെക്കുറിച്ച് അറിവ് പകരാൻ ഈ ക്ഷേത്രം സഹായകരമാകുമെന്ന് ക്ഷേത്ര ട്രസ്റ്റിലെ അംഗമായ സർജീത് സിംഗ് പറയുന്നത്. നാം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ജീവവായു ശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ക്ഷേത്രം വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഇവരുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇവരുടെ വീരഗാഥകൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകും. ഇതവരിൽ ദേശീയത വളർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.